രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ താൻ സ്വീകരിച്ച നിലപാടുകൾ വ്യക്തമാക്കി കോൺഗ്രസ് ജനപ്രതിനിധി ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത്. കുറ്റവാളിയെയല്ല മറിച്ച് ആരോപണ വിധേയനായ ഒരാളുടെ വാദം കേൾക്കാനുള്ള നീതിപൂർവമായ അവകാശത്തെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്ന് അവർ വ്യക്തമാക്കി. മാധ്യമങ്ങൾക്കെതിരെയും ശക്തമായ വിമർശനമാണ് ശ്രീനാദേവി ഉന്നയിക്കുന്നത്. കൂടാതെ തനിക്കെതിരെ നടന്ന വ്യാജ കേസ് ആരോപണങ്ങളെക്കുറിച്ചും അവർ തുറന്നു പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ശ്രീനാദേവി നൽകുന്നത്. കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ രാഹുൽ കേവലം കുറ്റാരോപിതൻ മാത്രമാണ്. അതിനാൽ തന്നെ തന്റെ പിന്തുണ ഒരു കുറ്റവാളിക്കല്ല, മറിച്ച് നീതിപൂർവമായ നിയമപ്രക്രിയയ്ക്കാണെന്നും അവർ പറഞ്ഞു. നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ നിയമ നടപടികൾ കോടതിയിൽ പൂർത്തിയാക്കി വിധി വരട്ടെ എന്നും അവർ വ്യക്തമാക്കി. മാധ്യമങ്ങളുടെ ഏകപക്ഷീയമായ ഇടപെടലുകളെയും അവർ രൂക്ഷമായി വിമർശിച്ചു. റിപ്പോർട്ടർ ടിവിയിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക താൻ പരാതി നൽകിയിട്ടുണ്ട് എന്ന തെറ്റായ ധാരണയിൽ പ്രതികരണം തേടിയത് ഇതിനൊരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില മാധ്യമങ്ങൾ ഉറച്ച മുൻവിധിയോടെയാണ് വാർത്തകൾ നൽകുന്നതെന്നും ഇതൊരു സ്പോൺസേഡ് പൊളിറ്റിക്കൽ അറ്റാക്കാണെന്നും ശ്രീനാദേവി ആരോപിച്ചു. സ്ത്രീപക്ഷ നിലപാടുകൾ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിലെ ഇരട്ടത്താപ്പിനെയും അവർ തുറന്നുകാട്ടി. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരാളെ നീതിയുടെയും സത്യത്തിന്റെയും ഏക പ്രതിനിധിയായി കാണാനാകില്ലെന്നും തെറ്റ് ചെയ്യാനും മറ്റൊരാളുടെ ജീവിതം തകർക്കാനും ലിംഗഭേദമില്ലെന്നും അവർ വ്യക്തമാക്കി. അതിജീവിത എന്ന പദത്തിന്റെ പ്രയോഗത്തെയും അവർ വിമർശിച്ചു. കൊച്ചിയിൽ ചികിത്സാ പിഴവ് മൂലം കൈനഷ്ടപ്പെട്ട 9 വയസ്സുകാരിയും ഭർത്താവിന്റെ ദാരുണാന്ത്യം നേരിൽ കാണേണ്ടി വന്ന വിളപ്പിൽശാലയിലെ ജാസ്മിനുമാണ് യഥാർത്ഥ അതിജീവിതമാരെന്നും അവർക്ക് പിന്തുണ നൽകാൻ ആരുമില്ലെന്നും ശ്രീനാദേവി ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ താൻ നേരിടേണ്ടി വന്ന കള്ളക്കേസുകളെക്കുറിച്ചും അവർ തുറന്നു പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗമായതിനു പിന്നാലെ രാഷ്ട്രീയ എതിരാളിയുടെ വീട്ടിൽ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാരോപിച്ച് തനിക്കെതിരെ കേസെടുത്തു. പിന്നീട് കാലങ്ങളായി രോഗബാധിതനായി കിടന്ന സ്വാഭാവിക മരണം സംഭവിച്ച സോമൻ എന്ന വ്യക്തിയെ താൻ കൊലപ്പെടുത്തിയതാണെന്ന് ആരോപിച്ച് 1.5 വർഷത്തിന് ശേഷം മറ്റൊരു കേസും നൽകി. ഈ കേസിലെ പരാതിക്കാരായ മാധവി എന്ന സ്ത്രീയും കുടുംബവും പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും വ്യാജ പരാതി നൽകി. എന്നാൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പുനരന്വേഷണത്തിൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തുകയും കോടതി ഈ കേസുകൾ തള്ളുകയും ചെയ്തുവെന്ന് അവർ വ്യക്തമാക്കി. സ്വന്തം പേരിൽ ക്രിമിനൽ പശ്ചാത്തലം സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നതെന്നും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച കുടുംബത്തിനെതിരെ നിലവിൽ 50 ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് നൽകിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. ഒരു വ്യക്തിയെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലല്ല പിന്തുണയ്ക്കുന്നതെന്നും ഏകപക്ഷീയമായ വാദങ്ങൾ കേട്ട് മാധ്യമങ്ങളും സമൂഹവും വിധി എഴുതരുത് എന്നും ആവർത്തിച്ചുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.